തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞത്ത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് ഈ റിസൾട്ടിൻ്റെ യഥാർത്ഥ കണക്ക് പുറത്തു വരുമ്പോഴത്തേക്കും ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്. അതായത് വിഴിഞ്ഞത്ത് ഏറ്റവും കൂടുതൽ വോട്ട് മുന്നേറ്റം നടത്തിയിരിക്കുന്നത് BJP തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് കണക്കുകൾ പുറത്തു വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത് BJP ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്ക് കണക്കുകളൊന്ന് പരിശോധിക്കാം. അവിടെ ഇന്ന് വിജയിച്ചിരിക്കുന്നത് UDF ആണ്. UDFന് ഇന്ന് എന്തുകൊണ്ടും സന്തോഷിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം LDFിൻ്റേത് ആ സീറ്റ് അട്ടിമറിയിലൂടെ നേടിയെടുക്കാനായിട്ട് UDFന് ഇന്ന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. LDFന് കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ആ സീറ്റ് നഷ്ടപ്പെട്ടതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് LDFന് ആ തോൽവിക്ക് പ്രധാന കാരണം വിമത നീക്കം കൂടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കാദ്യം ഓരോരുത്തർ നേടിയ വോട്ടുകളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. UDF സ്ഥാനാർത്ഥി നേടിയ വോട്ടുകൾ 2902 വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥി നേടിയത്. എന്നാൽ CPM നേടിയത്, അതായത് CPMലെ LDF സ്ഥാനാർത്ഥി NA നൗഷാദ് നേടിയത് 2819 വോട്ടുകളാണ് നേടിയത്. BJP ആയിക്കോട്ടെ, BJP സ്ഥാനാർത്ഥി നേടിയത് 2437 വോട്ടുകൾ നേടിയിട്ടാണ് BJP മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. LDF വിമതനും മുൻ വാർഡ് കൗൺസിലറുമായിട്ടുള്ള NA റഷീദ് 118 വോട്ടുകളാണ് അവിടെ നേടിയത്. വിമത സ്ഥാനാർത്ഥിയുടെ വോട്ടിനേക്കാൾ കുറവായിരുന്നു വിജയഭൂരിപക്ഷം എന്നതിനാൽ ശ്രീ റഷീദ് നേടിയ വോട്ടുകൾ UDFിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ കണക്ക് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് മുന്നേറ്റം നടത്തിയ പാർട്ടി ഏതാണ് എന്നുള്ളത്. അതായത് 2020 വിഴിഞ്ഞത്ത് കോൺഗ്രസ് നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 1324 വോട്ടുകളായിരുന്നു. എന്നാൽ ആ കോൺഗ്രസിന് ഇപ്പോൾ 2902 വോട്ടുകളായി ഉയർന്നു. എന്നാൽ ഇവിടെ LDFന് അന്ന് 2020 നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 1542 ആയിരുന്നു. അതിപ്പോൾ 2819 ഉയർന്നിരുന്നു. എന്നാൽ ഇവിടെ BJPയുടെ വോട്ടുകളായിരുന്നു ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത്. അതായത് BJPക്ക് ഇവിടെ വിഴിഞ്ഞത്ത് വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലമല്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷേ അതിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. BJPക്ക് 2020 അവിടെ ലഭിച്ച വോട്ടുകൾ വെറും 316 വോട്ടുകളായിരുന്നു BJPക്ക് വിഴിഞ്ഞത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത്. 2020 BJPക്ക് കിട്ടിയത് വെറും 316 വോട്ടുകൾ. അതിൽ നിന്നാണ് ഇപ്പോൾ 2026 ഈ ഒരു തെരഞ്ഞെടുപ്പ്, അതായത് ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന വോട്ടുകൾ 2437 വോട്ടുകളാണ്. അതായത് ഏകദേശം 2100ഓളം വോട്ടുകളാണ് ഒറ്റയടിക്ക് ഈ ഒരു വാർഡിൽ BJPക്ക് കൂടിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയണം. അതായത് മറ്റ് 2 പാർട്ടികൾക്കും കൂടിയ വോട്ടുകളെക്കാട്ടിലും കൂടുതൽ വോട്ടുകൾ കൂടിയിരിക്കുന്നത് ഇവിടെ BJPക്കാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽപ്പെട്ടവർ ഭൂരിപക്ഷമായ ഒരു ഡിവിഷനാണ് വിഴിഞ്ഞതെന്ന് പറയുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ 316 വോട്ടുകളിൽ നിന്നും ഇപ്പോൾ 2437 വോട്ടുകളിലേക്കുള്ള BJPയുടെ ഈ ഒരു ഉയർച്ച, അല്ലെങ്കിൽ ഒരു കുതിപ്പെന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയൊരു മുന്നേറ്റം തന്നെയാണ് വോട്ടിൻ്റെ കാര്യത്തിൽ അവിടെ BJP നടത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ ശരിക്കും തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ അർത്ഥത്തിലും ഒരു സീറ്റ് നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ വിമത നീക്കം കൊണ്ട് തന്നെ പരാജയപ്പെടുകയും ചെയ്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും UDFന് ആ സീറ്റ് ലഭിക്കുകയും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അവിടെയും BJP സംബന്ധിച്ചിടത്തോളം മൂന്നാം സ്ഥാനത്താണെങ്കിൽ തന്നെയും 316 വോട്ടുകളിൽ നിന്നും ഇത്തവണ 2437 വോട്ടുകളിലേക്കുള്ള ഒരു കുതിപ്പ്, അത് ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം പോലുള്ള സ്ഥലത്ത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽപ്പെട്ടവർ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു ഡിവിഷനിൽ BJP സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു മുന്നേറ്റമായിട്ട് തന്നെ കാണേണ്ടി വരുമെന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്.